നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്താണ് സൗദി അറേബ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ജിദ്ദയിൽ സംഭവിക്കുന്നത്? അൽ ഇത്തിഹാദും കരീം ബെൻസിമയും തമ്മിലുള്ള ബന്ധം വഷളാവുന്നു എന്ന വാർത്ത കൊടുക്കുന്നത് ലേക്യുപ്പാണ്. നമുക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായ ഫ്രഞ്ച് സോസ് അല്ലേ? ഫുട്ബോൾ പ്രേമികൾക്ക് ലേക്യുപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ, കാരണം ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ പാരൻ്റ് കമ്പനിയാണ്. വിശ്വാസയോഗ്യമായ ഫ്രഞ്ച് സോസാണിത്. അവിടെ നിന്നാണ് റിപ്പോർട്ട് വരുന്നത്. ലേക്യുപ്പ റിപ്പോർട്ട് ചെയ്യുന്നത് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ പ്രപ്പോസലുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. കരീം ബെൻസിമയുടെ അൽ ഇത്തിഹാദിലെ സ്റ്റേ അവസാനിക്കാൻ പോവുകയാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നിട്ട് താരം ഇപ്പോൾ ക്ലബിൻ്റെ ആക്ടിവിറ്റികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഇനിയൊരു ഫർദർ നോട്ടീസ് ഉണ്ടാകുന്നത് വരെ അദ്ദേഹം വിട്ടുനിൽക്കുകയാണ് എന്നാണ് ലേക്യുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ ലേക്യുപ്പിൻ്റെ വാർത്തയുടെ ഒരു സ്ക്രീൻഷോട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ വാർത്തയിലേക്ക് നമ്മൾ വിശദമായിട്ടൊന്ന് പോവുകയാണ്. വാർത്ത പറയുന്നത്, സഡൻലി ഒരു ടെൻഷൻ കരീം ബെൻസിമയും സൗദി പ്രോ ലീഗും തമ്മിൽ ഉയർന്നു വന്നിരിക്കുന്നു. 2.5 കൊല്ലമായിട്ട് അദ്ദേഹം അവിടെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അൽ ഇത്തിഹാദുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഈ ജൂണിൽ അവസാനിക്കാൻ പോവുകയാണ്. 38-കാരനായിട്ടുള്ള താരം എക്സ്റ്റെൻഡ് ചെയ്യും, അവിടെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെട്ടിരുന്നത്. സിൻസ് ലാസ്റ്റ് സമ്മർ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഫസ്റ്റ് ഫേം ഓഫർ ഫൈനലി വന്നിരിക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ച മൈക്കൽ എമനാലോ, അദ്ദേഹമാണ് SPLൻ്റെ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ, അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നു. അത് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആവാൻ വെറും 5 ദിവസം ബാക്കി നിൽക്കെയാണ് ഈ ഒരു ഓഫർ വരുന്നത്. ഈ പ്രപ്പോസൽ ഇപ്പോൾ ഇൻസൾട്ടിംഗ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ കാണുന്നത് എന്നാണ് ഇപ്പോൾ ലേക്യുപ്പിൻ്റെ റിപ്പോർട്ട്. അതായത് ഇതിനേക്കാൾ നല്ലത് ഫ്രീ ആയിട്ട് കളിക്കുന്നതാണ്. അപ്പോൾ ആ പ്രപ്പോസലിൽ ഇത്രയും എമൗണ്ട് കുറവായിരിക്കണം, അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പ്രതികരണം വരുന്നത്. എന്നിട്ട് വിശദമായിട്ട് പറയുന്ന കാര്യം എന്താണെന്നറിയോ? ബെൻസിമ അതുകൊണ്ട് തന്നെ വിഡ്രോൺ ഫ്രം ഹിസ് അൽ ഇത്തിഹാദ് ടീം, അൽ ഇത്തിഹാദ് ടീമിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങിയിരിക്കുന്നു. അൽ ഇത്തിഹാദിൻ്റെ മാനേജ്മെൻറ്റ് പവർലെസ് ആണ് എഗെയിൻസ്റ്റ് ദി ഡിസിഷൻ ഓഫ് ലീഗ്. യഥാർത്ഥത്തിൽ പ്ലെയറുടെ എംപ്ലോയർ സൗദി പ്രോ ലീഗ് തന്നെയാണ്. ഇത് സെർജിയോ കോൺസിസാവോയുടെ ടീമിനൊരു മേജർ ബ്ലോ ആണ്. അവർക്ക് അവരുടെ ക്യാപ്റ്റൻ നഷ്ടപ്പെടുകയാണ്. അവരുടെ കഴിഞ്ഞ സീസണിലെ ലീഗ് കിരീടം അതുപോലെ തന്നെ കപ്പ് ഒക്കെ നേടി, ആ ഒരു ഡബിൾ നേടിയതിൻ്റെ മെയിൻ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള അവരുടെ നായകൻ കരീം ബെൻസിമയെ ടീമിന് നഷ്ടപ്പെടുകയാണ്. പ്രോബബ്ലി ആബ്സെൻ്റ് എഗെയിൻസ്റ്റ് അൽ നജ്മ ഓൺ സൺഡേ. ഞായറാഴ്ച നടക്കുന്ന അൽ നജ്മക്കെതിരെയുള്ള കളിയിൽ ഒരു പക്ഷേ അദ്ദേഹം കളിച്ചേക്കില്ല എന്നുകൂടി റിപ്പോർട്ട്, ലേക്യുപ്പിൻ്റെ റിപ്പോർട്ടാണ് പറയുന്നു. ഇപ്പം കുറച്ച് മുമ്പ് തന്നെ, 1 മാസം മുമ്പ് ലേക്യുപ്പുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ തന്നെ കരീം ബെൻസിമ പറഞ്ഞിരുന്നതാണ്, ഞാൻ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്, ഞാൻ റൈറ്റ് പ്ലേസിലാണ് ഉള്ളത് എന്ന്. എന്നിട്ട് അവിടെ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ലോങ് ടേമിലേക്ക് സൗദിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നയാളാണ് കരീം ബെൻസിമ. ഇപ്പോൾ ടോൺ മാറിയിരിക്കുന്നു. സ്ട്രൈക്കർ ഒരു പക്ഷേ അൽ നജ്മക്കെതിരെ സൺഡേ ഉള്ള കളിയിൽ നിന്ന് വിട്ടുനിന്നേക്കാം. അത് കഴിഞ്ഞ് അൽ നസറുമായിട്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബുമായിട്ട് 8 ദിവസങ്ങൾക്ക് ശേഷം മത്സരമുണ്ട് എന്നുകൂടി റിപ്പോർട്ടിലുണ്ട്. അതായത് ഒരു ഫർദർ നോട്ടീസ് വരുന്നത് വരെ, ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ക്ലബിൻ്റെ ആക്ടിവിറ്റീസിൽ നിന്ന് വിട്ടുനിൽക്കാൻ കരീം ബെൻസിമ തീരുമാനിച്ചിരിക്കുന്നു എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നത് ഫ്രഞ്ച് മാധ്യമമായിട്ടുള്ള ലേക്യുപ്പാണ്. വിശ്വാസയോഗ്യമായിട്ടുള്ള സോഴ്സാണ്. അപ്പം എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാൻ. ഇനി മേജർ ഓഫർ അദ്ദേഹത്തിന് മുന്നിലേക്ക് കൊടുക്കുമോ ഇല്ലയോ അതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. അതിൽ ലേക്യുപ്പ് ലേക്യുപ്പിനെ കോട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ എനിക്കൊരു തമാശ തോന്നുന്നു. നമ്മളിപ്പോൾ 7 കൊല്ലമായല്ലോ റാഫ് ടോക്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കുറച്ചധികം മുമ്പ് ഈ ലേക്യുപ്പിനൊക്കെ ഇങ്ങനെ കോട്ട് ചെയ്യുമ്പോൾ റാഫ് ടോക്കിനെതിരെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു വന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതായത് LPK ലേക്യുപ്പിനാണ് പറയുന്നത്, LPK ഇതൊക്കെ എന്ത് സോഴ്സാണ്, ഇതൊക്കെ എവിടെ നിന്നാണ്, ഇതൊക്കെ ആരെയും വിശ്വസിക്കുന്ന സോഴ്സാണെന്നൊക്കെ. എന്തറിഞ്ഞിട്ടാണല്ലോ, എന്തൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഈ 7 കൊല്ലം കടന്നു പോയെന്നറിയും. സോ ലേക്യുപ്പ് നമുക്ക് ഫ്രഞ്ച് ഫുട്ബോളിൽ ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സാണ്. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.